ബജറ്റായിരിക്കും വളരെ ജനപ്രിയമായ ഒരു ബജറ്റ് എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ചില സൂചനകൾ നിർമ്മല സീതാരാമൻ തന്നെ നൽകി അതിനു മുമ്പ് തന്നെ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ബജറ്റ് അവതരണം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ ബജറ്റ് അവതരണത്തിന് ശേഷം എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ കാണുന്നത്? ആദ്യമായി വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്റർ. കാരണം എല്ലാ എക്കണോമിക് പാരാമീറ്റേഴ്സും അനുസരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വളർച്ചയുള്ള സമ്പദ്ഘടനയെ നയിക്കുന്ന ധനകാര്യമന്ത്രി എന്ന പരിപൂർണമായ ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു മുഖത്തോടു കൂടിയാണ് ഇന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് ആ കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കൃത്യമായ അളന്നു തൂക്കിയ നിലപാടുകളാണ് അവർ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് മുന്നേറ്റം നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം, അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ മേഖലയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഒരു സമന്വയത്തോടു കൂടി രണ്ടിനെയും കൊണ്ടുപോകാൻ, സാധാരണഗതിയിൽ പലപ്പോഴും വികസനോന്മുഖ ബജറ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് സാമൂഹിക സുരക്ഷാ മേഖലയിൽ നിന്ന് സർക്കാരുകൾക്ക് പിൻവാങ്ങേണ്ടി വരാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരേ സമയം തന്നെ 81 കോടി ഭാരതീയർക്ക് അടുത്ത ഒരു വർഷം കൂടി സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ, സൗജന്യ റേഷൻ നൽകാൻ തീരുമാനിക്കുന്ന സർക്കാർ അതേസമയം റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് 2.40 ലക്ഷം കോടി രൂപ മാറ്റിവെക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 2013-14 അപേക്ഷിച്ചത് ഇത് റെയിൽവേയുടെ ആകെ ചെലവിന്റെ 9 മടങ്ങാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒരേ സമയം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി വൻതോതിൽ തുക മാറ്റിവെക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി 2 ലക്ഷം കോടി രൂപ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കീഴിൽ വകയിരുത്താനും നിർമ്മല സീതാരാമൻ ശ്രമിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യവർഗത്തിന് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള തീരുമാനം പുതിയ നികുതി ഘടനയാണ്. 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ളത് തീർച്ചയായും രാജ്യത്തെ മധ്യവർഗം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തീരുമാനമാണ്. അത് നടപ്പായിരിക്കുന്നു. രാജ്യത്തെ മധ്യവർഗം തീർച്ചയായും സാധാരണക്കാർ 7 ലക്ഷം രൂപ വരുമാനമുള്ള ആളുകൾ ഇനി ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം 10% 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി 100 ഇരട്ടിയാണ് വർദ്ധിച്ചിരുന്നത്, 100 ഇരട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ്. റബ്ബറിന്റെ വില വർദ്ധിക്കാൻ ഈ നടപടി കൊണ്ട് ഒരു നിമിഷം തീർച്ചയായും റബ്ബർ കർഷകർക്കടക്കം ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതൊരു പ്രീ പോൾ ബജറ്റാണ് എന്ന് വിമർശിക്കുന്നവർക്ക് നിങ്ങൾക്ക് നൽകാനുള്ള മറുപടി എന്താണ് സന്ദീപ് ജി? ഫിറോസാണ് കേരള വിഷൻ ന്യൂസ് 24. എങ്ങനെയാണ് പ്രീ പോൾ ബജറ്റ് എന്ന് പറയാൻ സാധിക്കുക? പ്രീ പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നവർ പ്രീ പോൾ ബജറ്റ് അവതരിപ്പിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ സോപ്പ്, അതായത് വലിയ തോതിൽ ആനുകൂല്യങ്ങൾ വാരി വിതറുന്ന ബജറ്റുകളാണ് പ്രഖ്യാപിക്കാറുള്ളത്. അത്തരം ബജറ്റുകളിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നും പലപ്പോഴും ഗവൺമെന്റുകൾ പിന്മാറാറുണ്ട്. അതിന് പകരം വലിയ തോതിലുള്ള സൗജന്യങ്ങൾ പ്രഖ്യാപിക്കും. ഇവിടെ അത്തരത്തിലുള്ള സൗജന്യങ്ങൾ എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ചത് എന്താ? അപ്പൊ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1,12,899 കോടി നീക്കി വെച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖലയ്ക്ക് 88,956 കോടി, കൃഷിക്ക് 84,214 കോടി. അതിന് പുറമെ PM കിസാൻ സമ്മാൻ യോജനയ്ക്ക് 60,000 കോടി, പിന്നെ സാമൂഹ്യ സുരക്ഷയ്ക്ക് 55,000 കോടി വേറെ. അപ്പൊ ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്നു. ഒപ്പം വലിയ തോതിൽ ഇൻഫ്രാ ഡെവലപ്മെന്റിന് വേണ്ടി പണം നീക്കി വെച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി വിമാനത്താവളങ്ങൾ, പുതിയ 50 വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്നു. രാജ്യത്തെ PM ഗ്രാമീൺ സഡക് യോജനയ്ക്ക് വലിയ തോതിൽ ഫണ്ട് നീക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു സൗജന്യങ്ങൾ വാരിക്കോരിയുള്ള ബജറ്റല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ബജറ്റാണ് പ്രഖ്യാപിച്ചത്. ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയില്ല. പക്ഷെ സ്വാഭാവികമായും രാജ്യത്തെ ഭാവിയിൽ താല്പര്യമുള്ള യുവത ഈ ബജറ്റിനെ സ്വീകരിക്കും. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതെ, ലോകം ഇന്ത്യയെ തിളങ്ങുന്ന നക്ഷത്രമായി കാണുന്നു എന്ന ആമുഖത്തോടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരണം തുടങ്ങിയത്. ഒറ്റ കാര്യമേ ഉള്ളൂ സന്ദീപ് ജി, ഇത്ര സുസ്ഥിരമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെങ്കിൽ ഈ ഇന്ത്യൻ റുപ്പി എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴോട്ട് പോകുന്നത് എന്ന സംശയവും ഈ സാമ്പത്തിക രംഗത്തുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ മറുപടി? അല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ മുറവിളി എന്തായിരുന്നു? പെട്രോളിന്റെ വില വർധനവ് അല്ലേ? ഇപ്പൊ നോക്കൂ, ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, ഇതാ നമ്മൾ പല ഇൻഡെക്സുകളും ഇന്ത്യയേക്കാൾ മുൻപന്തിയിലാണ് എന്ന് പറയുന്ന അയൽ രാജ്യങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കൂ. ആ ഇൻഡെക്സ് ചൂണ്ടിക്കാണിച്ച് രാജ്യത്തെ ഇന്ത്യ പുറകിലാണ് എന്ന് സമർത്ഥിച്ചിരുന്ന ആളുകൾ ഇപ്പൊ അയൽ രാജ്യങ്ങൾ ആട്ടയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു.
മറിച്ച് നമ്മുടെ രാജ്യം വളരെ സുസ്ഥിരമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യ തകർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സമാനമായ സമ്പദ് വ്യവസ്ഥകളുടെ നാണയങ്ങൾ, ആ നാണയങ്ങളുടെ ശക്തി എന്താ? ചൈനീസ് യുവാൻ പുറകിലോട്ട് വന്നിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ മറ്റ് പല ഇന്ത്യയോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രിക്സ് കൺട്രീസിന്റെ പല നാണയങ്ങളും, അതൊക്കെ എല്ലാത്തിനും മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. അത് മൂല്യശോഷണം സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള വലിയൊരു മുന്നേറ്റമുണ്ട്. അമേരിക്കയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു. അവര് സ്വാഭാവികമായിട്ടും അവർ നടത്തിയിട്ടുള്ള ചില നയ മാറ്റങ്ങൾ കാരണം അവരുടെ നാണയം ശക്തിപ്പെടുന്ന, ഡോളർ ശക്തിപ്പെടുന്ന ഒരു സമീപനം ഉണ്ടായി. അത് മറ്റെല്ലാ രാജ്യങ്ങളുടെയും നാണയങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ഇന്ത്യക്ക് മാത്രമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും റിസഷൻ കാരണം സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിടുമ്പോഴും ഇന്ത്യ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ തത്സമയ ചർച്ചയുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രം ഇനിയും ഞങ്ങളുടെ ചർച്ചകളിൽ അങ്ങയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്. വളരെ സ്നേഹം ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. ഫിജി നമുക്ക്